പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ആണ് ഇപ്പോൾ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധനയാണ്. ഇതുവരെയും ഈ പരിശോധന ആരംഭിച്ചതിന് ശേഷം എവിടെയൊക്കെ പരിശോധന നടക്കുന്നുണ്ടോ അവിടെ നിന്നൊന്നും ആളുകളെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂരിലെ വീണ വിജയന്റെ ഓഫീസിൽ പരിശോധന നടക്കുന്നുണ്ട്. കൊച്ചിയിലെ CMRLന്റെ ഓഫീസുകളിൽ, ഒപ്പം CMRLന്റെ ഉടമസ്ഥരുടെ വസതിയിൽ അടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിട്ടുണ്ടോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരത്തും കണ്ണൂരിലും എറണാകുളത്തും ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് 10 ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ഉൾപ്പെടെ ഇപ്പോൾ പരിശോധനയ്ക്ക് കീഴിൽ ആണ് എന്ന വാർത്താക്കുറിപ്പ് കൃത്യമായി തന്നെ ED പുറത്തുവിട്ടിരുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണം ആണ് ഉന്നയിക്കുന്നത്. കോൺഗ്രസും BJP-യും ഒത്തുകളിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ് CPM-നെ തകർക്കാനും ഒപ്പം പിണറായി വിജയനെ തകർക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണം, CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണം. അതേസമയം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതായിരുന്നു നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമായി പുറത്തു വന്നത്.